1797 ബ്രിട്ടൻ ഗുഡ് ഹോപ്പ് മുനമ്പ് അധീരതയിലാക്കി. 1805 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. അധികം ആയാസമൊന്നുമില്ലാതെ ബ്രിട്ടൻ ഈ സന്ദർഭം മുതലെടുക്കുക മാത്രമല്ല, കേപ്പ് കോളനിയെ സ്വന്തം സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. ഇംഗ്ലീഷുകാരുടെ കൂട്ടവരവാണ് പിന്നീട് ഈ മുനമ്പ് കണ്ടത്. ബൂറുകളും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള നിരന്തര കലഹം പിന്നീട് കാണാനായി. വരത്തരുടെ ആസൂത്രണ വൈഭവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ബൂറുകൾ ഉൾപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി. ഇവർക്കൊപ്പം കറുത്ത വർഗ്ഗക്കാരും ചേർന്നു. ബ്രിട്ടീഷ് വാഴ്ചയുടെ പതാകയ്ക്കു കീഴിൽ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികൾ ആലംബമറ്റവരായി മാറുന്നത് തുടർന്നുള്ള നാളുകളിൽ കണ്ടു തുടങ്ങി. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കെതിരെ കുറേ വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് ഇട്ട് കടന്നു വന്നു. എന്താണ് കാര്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. സാധാരണഗതിയിൽ ഹെഡ്ലൈറ്റ് ഇട്ട് നിരവധി വാഹനങ്ങൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു അപായ സൂചന കടന്നു വരും. ഞങ്ങൾ സൈഡിൽ വാഹനം നിർത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ തൊട്ടടുത്തൊരു ദക്ഷിണാഫ്രിക്കക്കാരൻ വാഹനം നിർത്തി. ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത്, ഒരു കിലോമീറ്ററിനപ്പുറത്ത് പോലീസിൻ്റെ ചെക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴി പോയാൽ പോലീസ് നിങ്ങളെ പിടിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ടിയുടെ പേപ്പറൊക്കെ റെഡിയാണെങ്കിലും നിങ്ങളുടെ യാത്രാ കടലാസുകളൊക്കെ റെഡിയാണെങ്കിലും തീർച്ചയായിട്ടും അവർ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ വഴി പോകരുതെന്നുള്ള മെസ്സേജ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നു. പക്ഷേ അവിടുന്ന് ഞങ്ങൾ വീണ്ടും കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോൾ ആദ്യം കണ്ടതിൻ്റെ 3 ഇരട്ടി വാഹനങ്ങൾ വളരെ വേഗത്തിൽ ഹോണടിച്ച് ലൈറ്റിട്ട് ഞങ്ങൾക്കെതിരെ വരുന്നു. പിന്നീട് ആ കാഴ്ച നിരന്തരമായി തുടർന്നു. ഏതാണ്ട് ഒരു 300-400 മീറ്ററിന് അപ്പുറത്ത് ഞങ്ങൾ എത്തുമ്പോഴേക്കും ദൂരെ ഈ പോലീസ് ചെക്കിങ് നടക്കുന്നുണ്ട്. അവർ പിടിച്ച വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. അവരിൽ നിന്ന് പൈസ വാങ്ങുന്നതാണെന്ന് എതിരെ വന്ന പലരും ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ വഴി സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോയാൽ പോലീസിൻ്റെ അടുത്തെത്തുകയും, നേരത്തെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വനിതാ പോലീസുകാർ വന്നിട്ട് വണ്ടിയുടെ പേപ്പറും ഒക്കെ നോക്കി എല്ലാ യാത്രാരേഖകളും കൃത്യമാണെന്നറിഞ്ഞിട്ട് പോലും അവർ പൈസ ചോദിച്ചു. ചോദിച്ച പൈസ കൊടുക്കാത്തതിൻ്റെ നീരസം അവർ പ്രകടിപ്പിച്ചു. അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് മറ്റൊരു വഴിയിലൂടെ, ആ നാട്ടുകാരനായ ഒരാൾ പറഞ്ഞു തന്ന മറ്റൊരു വഴിയിലൂടെ ഞങ്ങൾ തിരിഞ്ഞ് പ്രധാന വഴിയിലെത്തി ഞങ്ങൾ യാത്ര തുടർന്നു. ഇത് ഈ ദക്ഷിണാഫ്രിക്കയിലെ യാത്ര ചെയ്യുന്ന പല സന്ദർഭങ്ങളിലും ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന പോലീസ് അവർ രാവിലെ പുറത്തിറങ്ങിയാൽ അവർക്ക് നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കുക എന്നുള്ള ഒരു ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളക്കാരെ മാത്രമാണ് അവർ അത്തരം പരിശോധനകളിൽ നിന്ന് ഒഴിവാക്കുക. സ്വദേശികളെയും ഇന്ത്യക്കാരെയും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആരെ കണ്ടാലും പോലീസുകാർ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് പണം പിരിക്കും. പക്ഷേ അതിനെതിരെ സാധാരണഗതിയിൽ കേരളത്തിലോ മറ്റൊക്കെ ആണെങ്കിൽ അതിനെതിരെ മാധ്യമങ്ങളൊക്കെ വളരെ സജീവമായി പലപ്പോഴും ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായി. പക്ഷേ അവിടെ അങ്ങനെ മാധ്യമങ്ങൾ അങ്ങനെ അത്ര വലിയ പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിലോ പത്രങ്ങളിലോ വലിയ വാർത്തയാകാറില്ല. അങ്ങനെ വാർത്തയായാൽ തന്നെ അത് അധികാരികൾ വേണ്ട തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കാറുമില്ല. അതാണ് ഞങ്ങൾക്ക് ആ യാത്രയിലുടനീളം പലപ്പോഴും കാണാനായ ഒരു കാഴ്ച. ഞങ്ങൾ പ്രധാന വഴിയിലെത്തി യാത്ര തുടർന്നു. ഒരു സ്ഥലത്ത് വൈകുന്നേരത്തൊരു സ്ഥലത്തൊരു കഫ്റ്റീരിയയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ വെച്ച് ഞങ്ങളൊരു 30 വയസ്സ് തോന്നിക്കുന്ന ഇന്നോസ് എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അദ്ദേഹം ഞങ്ങൾ ദക്ഷിണാഫ്രിക്കക്കാരല്ല എന്ന് ബോധ്യമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ചിരിച്ച് ഞങ്ങൾ വന്ന യാത്രാ ഉദ്ദേശം അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച സമയത്ത് ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നോസ് വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് ചോദിച്ച ഒരു പേര് ഗാന്ധിയുടേതാണ്, മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഈ ചെറുപ്പക്കാരന് ഒരുപക്ഷെ ഇന്ത്യയിൽ നമ്മൾ ഗാന്ധിയൻ ജീവിതവും ഗാന്ധിയൻ ദർശനവും അത്രമാത്രം ഉൾക്കൊണ്ട ഒരു ചെറുപ്പക്കാരനെ അതിനു മുമ്പോ അതിന് ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഗാന്ധിയുടെ ജീവിതം, അതിനുശേഷം അയാൾ വലിയ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ഈ 30 വയസ്സ് ടാക്സി ഡ്രൈവറാണ്. ഏതാണ്ട് 350-400 കിലോമീറ്റർ ദിവസവും ടാക്സി ഓടിക്കുകയും പിന്നീട് വന്ന് ചെറിയ ചില ജോലികൾ ചെയ്ത് 3 പെങ്ങന്മാരെ സംരക്ഷിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന പെരുമാറ്റം. അപ്പോൾ ഇന്നോസിനോട് സംസാരിക്കുമ്പോഴാണ് ഇന്നോസ് പലതരത്തിൽ ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ചും
ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വന്ന് നടത്തിയ സമരങ്ങളെക്കുറിച്ചുമൊക്കെ ഇത്രമാത്രം ധാരണയോടുകൂടി സംസാരിച്ച ഒരാളെ ഞങ്ങൾ ആ യാത്രയ്ക്കിടയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നോസിൻ്റെ ജീവിതം ഞങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മളോട് വളരെ സൗഹാർദ്ദത്തിൽ സംസാരിക്കുന്നവരോട് നമ്മൾ ആ രാജ്യത്തെ വിശേഷങ്ങളും അവരുടെ വ്യക്തിപരമായ വിശേഷങ്ങളുമൊക്കെ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇന്നോസിന് 3 പെങ്ങന്മാരാണുള്ളത്. അയാളുടെ അച്ഛൻ ഇന്നോസ് ജനിച്ച് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഇന്നോസിൻ്റെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോയി. അധികം വൈകാതെ ഈ കുട്ടികളെ അമ്മയും ഉപേക്ഷിച്ചു. പിന്നീട് ഏതോ ഒരു ബന്ധുവിൻ്റെ സംരക്ഷണയിൽ ഇന്നോസും 3 പെങ്ങന്മാരും വളരുകയും അവർ വളരെ അനാഥമായ ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്തു. വർഷങ്ങളോളം അവർ ശരിക്കും ഈ അനാഥത്വത്തിൻ്റെ എല്ലാ മുഖങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം 3 പേരും നേടിയതിന് ശേഷം, 3 പെങ്ങന്മാരും ഇന്നോസും നേടിയതിന് ശേഷം ഈ ഇന്നോസിൻ്റെ അധ്വാനം കൊണ്ട് പെങ്ങന്മാരൊക്കെ തന്നെ 3 പേരും കഠിനമായി ജോലി ചെയ്യുന്നവരാണ്. ഇന്നോസ് വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞൊരു കാര്യം, ഈ അച്ഛനെ ഉപേക്ഷിച്ച് അമ്മയെ ഉപേക്ഷിച്ച് വീട് നഷ്ടപ്പെട്ട് അവർ മറ്റ് പല സ്ഥലങ്ങളിൽ വർഷങ്ങളോളം ജീവിച്ചതിന് ശേഷം ഈ 3 പെങ്ങന്മാരുടെയും ഇന്നോസിൻ്റെയും അധ്വാന ഫലം കൊണ്ട് അവരുടെ അധ്വാനത്തിൻ്റെ നീക്കിയിരിപ്പ് കൊണ്ട് അവർ പണ്ട് താമസിച്ചിരുന്ന ഗ്രാമത്തിലെ ഈ പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയാണ് അവരുടെ വീട്. ആ വീട് വീണ്ടും ഒരു വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായി വാങ്ങിക്കുകയും അവിടെയാണ് ഈ 3 പെങ്ങന്മാരും ഇന്നോസും താമസിക്കുന്നത്. അപ്പോൾ ഇന്നോസ് പറഞ്ഞത് ഈ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് അറിയുമ്പോൾ ഇന്നോസിന് ഏറ്റവും ആവേശം ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിയുടെ വീട് എവിടെയാണ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരു സ്ഥലമാണോ, അങ്ങനെയുള്ള വളരെ വളരെ നിഷ്കളങ്കമായ ചില ചോദ്യങ്ങൾ ഇന്നോസ് ഗാന്ധിയെക്കുറിച്ച് ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന മറുപടികളൊക്കെ പറഞ്ഞു. മറുപടിയൊക്കെ കേട്ടതിന് ശേഷം ഇന്നോസ് പറഞ്ഞത്, ശരിക്കും ദക്ഷിണാഫ്രിക്ക സ്വതന്ത്രമാകുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചാലകശക്തി, ഏറ്റവും ഇന്ധനം നെൽസൺ മണ്ടേല നിറച്ചത് ഗാന്ധിയൻ ദർശനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഗാന്ധിയുടെ ജീവിതം നൽകിയ സന്ദേശത്തിൽ നിന്നാണ്. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ച ജീവിതത്തിൻ്റെ ആ ഒരു ഫലമാണ് പിൽക്കാലത്ത് നെൽസൺ മണ്ടേലയ്ക്ക് ഊർജം പകർന്നതെന്ന് വളരെ ഒരു ചരിത്ര വിദ്യാർത്ഥിയെ പോലെ ഇന്നോസ് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഈ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിൽ ഗാന്ധിയൻ ജീവിത ദർശനം ഇന്നും വളരെ പ്രസക്തമാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയ ഒരു 2-3 നാട്ടുകാരുണ്ട്. ദക്ഷിണാഫ്രിക്കക്കാർ 2-3 പേർ ഞങ്ങളുടെ മുന്നിലൂടെ നടന്നുപോയി. അവരെ പെട്ടെന്ന് ഇന്നോസ് ഞങ്ങളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് വളരെ രസകരമായി ചോദിച്ചു, ഇവർ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ ഏറ്റവും നിങ്ങൾക്കറിയാവുന്ന ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 1-2 പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ കടന്നുപോയ ഒരു ആൾക്കൂട്ടം, ഒരു 4-5 പേരുണ്ട് അവർ. അപ്പോൾ അതിൽ 3 പേരും മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞു, ഒരാൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേര് പറഞ്ഞു. അപ്പോൾ ഈ നാലാമതോ അഞ്ചാമതോ ഉണ്ടായിരുന്ന ആൾ ഒന്ന് ആലോചിച്ചതിന് ശേഷം ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വന്ന് വളരെ സ്നേഹപൂർവ്വം ഞങ്ങളെ കൈയൊക്കെ പിടിച്ച് ഞങ്ങളെ വളരെ അഭിനന്ദിച്ചു. കാരണം ഗാന്ധിയുടെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ഞങ്ങൾ ഈ കണ്ടതെല്ലാം ഒരു 30-40 വയസ്സിനകത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ഞങ്ങളെ കണ്ടതിലുള്ള സന്തോഷത്തെക്കാളേറെ ഗാന്ധിയുടെ നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിനുശേഷം ഇന്നോസിനുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ചായ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ചിലവഴിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നോസിൻ്റെ ജീവിതം പറയുന്നത് അവൻ്റെ ജീവിതം പോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ അനാഥത്വം അനുഭവിക്കുന്ന ഒരു വലിയ എല്ലാ തലമുറയിലും ആയിരക്കണക്കിന് കുട്ടികൾ അനാഥരാവുന്നതും അവർ അനാഥാലയങ്ങളിൽ വളർന്ന് പലരും വളരെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ നിരവധിയാണ്. ഒപ്പം ഈ ഇന്നോസിനെ പോലെ അല്ലെങ്കിൽ അവൻ്റെ പെങ്ങന്മാരെ പോലെ കഠിനാധ്വാനം ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കുന്നവരുമുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും ഈ അവരുടെ കുടുംബ ബന്ധങ്ങളിൽ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചതിൻ്റെ ഒരു വല്ലാത്ത നിരാശ അവൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം അവരെ കുട്ടിക്കാലത്ത് ഉപേക്ഷിച്ചു പോയ അമ്മ ഏതാണ്ട് വാർദ്ധക്യത്തിലെത്തി, കുറേ പ്രായമായതിനു ശേഷം അവർ ഈ മക്കളെ അന്വേഷിച്ച് വരികയും 3 പെൺമക്കളും ഇന്നോസും എല്ലാ വൈകുന്നേരങ്ങളിലും ഒരു 7-8 മണിയോടുകൂടി വീട്ടിൽ ഒന്നിച്ചു കൂടുകയും അവർ വളരെ ആഹ്ലാദത്തോടു കൂടി ഈ 4 പേരും ചേർന്ന്, സഹോദരങ്ങളും ചേർന്ന് വീട്ടിൽ
ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കാറുണ്ട്. അവിടേക്ക് ഒരു ദിവസം അമ്മ കടന്നു വരികയും അമ്മ ചെയ്ത എല്ലാ തരത്തിലുള്ള തെറ്റുകളും ഏറ്റുപറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവർ 4 പേരും സന്തോഷപൂർവ്വം അമ്മയെ സ്വീകരിക്കുകയും അമ്മ അപ്പോൾ അവരുടെ വീട്ടിലുണ്ട്, ഞങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അമ്മ വീട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് വളരെ വൈകാരികമായി ഈ ഇന്നോസ് ഞങ്ങളോട് അവൻ്റെ ജീവിതകഥ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഏറെ നേരം, എനിക്ക് തോന്നുന്ന ഒരു 2-3 മണിക്കൂർ ഇന്നോസ് ആ പരിസരത്തൊക്കെ ഞങ്ങളുടെ ഒപ്പം നടന്ന് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്നത്. അപ്പോൾ ഇന്നോസ് ഞങ്ങൾ യാത്ര തുടരുന്ന സമയത്തിനിടയിൽ ഞങ്ങൾ അവിടെ ചുറ്റും നടക്കുന്ന സമയത്തൊക്കെ തന്നെ കണ്ട പലരും ഇന്നോസിനെ അറിയാം. അവരൊക്കെ ഇന്നോസിനോട് സംസാരിക്കുമ്പോൾ അയാൾ ഈ പറയുന്ന ഇന്ത്യക്കാർ എന്നുള്ള തരത്തിൽ വളരെ അഭിമാനത്തോടെ ഞങ്ങളെ പരിചയപ്പെടുത്തുകയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് വന്ന ഗാന്ധിയാണ് ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കിയതെന്നും, അല്ലെങ്കിൽ നെൽസൺ മണ്ടേലയെ പോലെ ഒരാളെ അങ്ങനെ ഒരു സമരത്തിനും അങ്ങനെ ഒരു 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 സ്വാതന്ത്ര്യ ആഗ്രഹത്തിനും പിന്നെ പ്രേരിപ്പിച്ചതെന്ന് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും സ്വാഭാവികമായിട്ടും അഭിമാനം തോന്നി. അതിനുശേഷം ഇന്നോസ് ഞങ്ങളോട് യാത്ര പറയുന്ന സമയത്ത് ഞങ്ങളുടെ നിന്ന് ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ ഇന്ത്യയിലെ ചില ഫോട്ടോസ് അവൻ തന്നെ മൊബൈലിൽ എടുത്ത് ഇന്ത്യ എന്നടിച്ചിട്ട് ചില ഫോട്ടോസൊക്കെ കണ്ടു. ഗാന്ധിയുടെ ഫോട്ടോ കണ്ടിട്ട് വളരെയേറെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ നോക്കി. ഒക്കെ ശേഷം ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഇന്നോസ് പറഞ്ഞ വാചകം നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം എന്നെങ്കിലും ജീവിതത്തിൽ തനിക്കും തൻ്റെ പെങ്ങന്മാർക്കും അമ്മയും കൂട്ടി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരണം. അതല്ല, അത് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും തനിക്കും അങ്ങനൊരു ആഗ്രഹം തൻ്റെ ജീവിതത്തിലുണ്ട്. എന്നെങ്കിലും ഇന്ത്യ കാണണം, ഗാന്ധിയുടെ നാട് കാണണം, അങ്ങനെയുള്ള ഒരാഗ്രഹം ഇന്നോസ് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനുള്ള ചിലവ്, ഇന്ത്യയിൽ വന്ന് യാത്ര ചെയ്യാനുള്ള മറ്റു ചിലവുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് തിരിച്ചു പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഇന്നോസിൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നില്ല. അതുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് വരികയും ഗാന്ധിയുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ, അത് ഇന്നോസിന് അറിയാമായിരുന്നില്ല, ഞങ്ങളാണ് പറഞ്ഞത് ഗുജറാത്തിലാണ് ഗാന്ധി ജനിച്ചത് വളർന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഈ ഇന്നോസ് പറഞ്ഞത് ഇന്ത്യയിൽ വരണം, ഏറ്റവും പ്രധാനമായിട്ടും ഗാന്ധി ജനിച്ച ആ ഗ്രാമത്തിലൂടെ നടക്കണം, ആ വീട് കാണണം, അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങൾ കാണണം. വളരെ ഗൗരവത്തോടു കൂടി ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആഗ്രഹത്തോടു കൂടി ഇന്നോസ് വീണ്ടും വീണ്ടും ഗാന്ധിയെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളോട് അവിടെ വെച്ച് ആ ചെറുപ്പക്കാരൻ കാണിച്ച സ്നേഹം മുഴുവൻ ഒരുപക്ഷെ ഗാന്ധിയോട് അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയെ നമുക്ക് രാഷ്ട്രപിതാവ് എന്നുള്ള തരത്തിൽ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയിൽ, ഇന്ത്യൻ സാമൂഹ്യ അവസ്ഥയിൽ ഗാന്ധിയൻ ജീവിതത്തിനും ഗാന്ധിയൻ ദർശനത്തിനും ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാലമാണെന്ന്. ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത് ഗാന്ധിയൻ ജീവിത ദർശനവും ഗാന്ധിയൻ രാഷ്ട്രീയവും നമ്മൾ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിൽ ദക്ഷിണാഫ്രിക്ക പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം തോന്നി. ആ യാത്രയിൽ പല സന്ദർഭങ്ങളിലും ഇന്നോസിനെ പോലെ പല ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും ഒക്കെ കണ്ടപ്പോൾ അവരൊക്കെ തന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരാദ്യം പറയുന്ന പേര് മഹാത്മാഗാന്ധിയുടേതാണ്. അടുത്തതായിട്ടാണ് അവർ പറയുന്നത് നെൽസൺ മണ്ടേലയുടെ പേര്. ഇങ്ങനെ മറ്റൊരു രാജ്യത്ത് ഇത്രമാത്രം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള തരത്തിൽ മഹാത്മാഗാന്ധിയുടെ മഹത്വം കൂടുതൽ ഞങ്ങൾക്ക് ആ യാത്രയിൽ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞു.